എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 15-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. അപ്പോൾ അതിൽ ജൂൺ 12-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം ബാക്കി സ്റ്റെപ്പുകളാണ് ഈ ഒരു ജൂൺ 15-ാം തീയതി വരെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാര്യം. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം, അതായത് ഈ ഒരു തീരുമാനം ഉടൻ ഉണ്ടായേക്കും. കാരണം ഈ ഒരു GSTയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കടുംപിടുത്തം ഈ ഒരു ഗവൺമെൻറ് ഒഴിവാക്കുന്നതായിട്ടാണ്, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യത്തിൽ കുറച്ച് അയവ് വരുത്തുന്നത് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ആ ഒരു സൂചനകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ നേരത്തെ, അതായത് ഈ ഒരു രീതിയിൽ GST നടപ്പാക്കുകയാണെങ്കിൽ, അതായത് 2017 മുതലുള്ള പ്രവേശന ഫീസിൽ GST നൽകുന്നതിനുള്ള ആ ഒരു കാര്യത്തിൽ ഈ ഒരു ഗവൺമെൻറ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു മുഴുവൻ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും മാനേജ്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ടാണ് മുൻപ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും നിലവിൽ ആ ഒരു തീരുമാനത്തിൽ കൂടി ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ നിലപാടിൽ അയവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 50% സീറ്റ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ LBSന്, അതായത് ഗവൺമെൻറ്റിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിനായിട്ട് വിട്ടു നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു LBS ആയിരിക്കും മാനേജ്മെൻറ്റ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് MCS FNCക്ക്, അതുപോലെ തന്നെ PNC MAC എന്നിങ്ങനെയുള്ള അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ വഴിയുള്ള BSc നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള ആ ഒരു അപേക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ ആദ്യ വാരത്തോടെ ആരംഭിച്ചേക്കും. കാരണം ഈ മാസം അവസാനിക്കാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം ഉണ്ടാവില്ല. ഈ ഒരു ജൂൺ മാസം ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ പ്രകാരം ലഭ്യമാകുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MCS FNCക്ക്, PNC MAC എന്നിങ്ങനെയുള്ള കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി ഈ ഒരു ജൂൺ മാസം മുതൽ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു LBS വെബ്സൈറ്റ് വഴിയും ഈ ഒരു അപേക്ഷ നൽകുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ IDയുടെ സ്പെല്ലിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു +2ൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും മറ്റും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ് തന്നെയാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ MCS FNCക്ക് അല്ലെങ്കിൽ PNC MAC വഴിയോ അല്ലെങ്കിൽ CPAS വഴിയോ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടുന്ന സമയത്തും, അതുപോലെ തന്നെ LBS വഴി മാനേജ്മെൻറ്റ് കോളേജിലേക്ക് അഡ്മിഷൻ നേടുന്ന സമയത്തും വിദ്യാർത്ഥികൾക്ക് ഫീസിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഫീസിൽ വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ഫീസിൽ വളരെയധികം കുറവുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ രീതിയിലാണ് ഫീസ് വരിക. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന സമയത്ത് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 23,000 സംതിങ് ഫീസാണ്. അതായത് 23,150 രൂപയോളമാണ് ഫീസ് ഗവൺമെൻറ്റിൽ ആകെ വരുന്നത്. അപ്പോൾ ഓരോ വർഷം ചില സമയത്ത് ആ ഒരു ഫീസിൽ ചെറിയൊരു, അതായത് ഏകദേശം ഒരു 500 അല്ലെങ്കിൽ കുറച്ച് പൈസ മാത്രമേ കൂടാറുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറഞ്ഞ പൈസക്ക്, അതായത് ഏകദേശം ഒരു 23,000-നോടൊപ്പം ചിലപ്പോൾ 1000 രൂപ കൂടിയേക്കാം. എന്നാലും ഏകദേശം ഒരു 24,000 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ആ ഒരു കോഴ്സ്, അതായത് BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ 4 വർഷമാണ് കോഴ്സ് ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ തന്നെ ഈ ഒരു BSc നഴ്സിംഗ് പഠിക്കാം. അതേസമയം നിങ്ങൾ LBS വഴി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റാലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് സെയിം ഫീസാണ്. അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ ഫീസാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് നേരിട്ട് പൈസ എടുക്കുകയാണ്, അതായത് ആ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ആ ഒരു സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് ഈ ഒരു ഫീസിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇത് ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസ് ആയതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സെൽഫ് ഫിനാൻസിൽ കിട്ടുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം രൂപയാണ് ഫീസായിട്ട്, 10,000 അല്ല,
1,00,000 രൂപയാണ് ഫീസായിട്ട് വരിക. അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ കിട്ടിയാലും മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടിയാലും അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴി നിങ്ങൾ അലോട്ട്മെൻറ്റ് നേടുകയാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ് ഫീസ് വരിക. അതായത് ഒരു വർഷം 1,00,000 രൂപയാണ് ഫീസായിട്ട് നിങ്ങൾക്ക് വരിക. അപ്പോൾ അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 വർഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫീസ് വരും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റ് ചിലവുകളായിട്ടുള്ള യൂണിഫോം, ബുക്ക്, അതുപോലെ ഹോസ്റ്റൽ ഇതുപോലുള്ള എക്സ്ട്രാ ചിലവുകളും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, അപ്പോൾ LBS വഴി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നേടുമ്പോഴും അതുപോലെ ഇതുപോലുള്ള അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴി അഡ്മിഷൻ നേടുമ്പോഴും ഫീസിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ, അപ്പോൾ എന്താണ് പ്രത്യേകത എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ഓരോ വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ലഭ്യമാവുക. അല്ലാതെ ഫീസിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വല്ല സംവരണം ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, നിങ്ങൾ SC, ST, OEC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീസിൽ ഇളവുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് വരുന്നത് വെറും 1000 രൂപ മാത്രമാണ്. SC, ST, OEC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 1000 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ മെറിറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ നൽകുന്നതിനും സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു മെറിറ്റ് കോട്ട വഴി, അതായത് നിങ്ങൾക്ക് LBS വഴി ഈ ഒരു മാനേജ്മെൻറ്റ് അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അർഹതയുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലാണ്, അത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരിക. അതേസമയം നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി ആയിരുന്നാലും മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഫീസ് തന്നെ ആവുന്നതായിരിക്കും. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 23,170 രൂപയാണ്. അത് ഒരു വർഷത്തെ ആ കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടത് വരും. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിയ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആകെ 1000 രൂപ മാത്രമാണ് അടക്കേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിലും ആദ്യം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് 1000 രൂപ മാത്രമാണ് അടക്കേണ്ടി വരിക. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കിട്ടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു സാധാ വിദ്യാർത്ഥികൾക്ക് ഉള്ള ഫീസിൻ്റെ ആ ഒരു ബാക്കി പൈസ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതേസമയം മെറിറ്റ് സീറ്റിൽ സെൽഫ് ഫിനാൻസിൽ കിട്ടിയവരാണെങ്കിൽ 1000 രൂപ മാത്രമേ, അത് പിന്നീട് ഫീസ് പ്രത്യേകിച്ചൊന്നും അടക്കേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സാധാരണ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുമ്പോൾ 25,000 രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. ബാക്കി ഫീസ് അതായത് ഏകദേശം 73,000 സംതിങ്ങോളം രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ NRI കോട്ടയിൽ അർഹതയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിനോടൊപ്പം കോഴ്സ് ഫീസിനോടൊപ്പം ഏകദേശം 30,000 രൂപ എക്സ്ട്രാ ആയിട്ട് NRI കോട്ടയിലേക്ക് നുള്ള ഫീസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ AMCS, FNCK, PNC, MAC തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ അലോട്ട്മെൻറ്റ് നടപടികൾ ഈ ഒരു ജൂൺ മാസം ആദ്യവാരത്തോടെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസത്തോടെ ഈ വർഷത്തെ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് AMCS, FNCK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ അഡ്മിഷൻ 2024 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതായത് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നത്, അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫോണിലേക്ക് ആ ഒരു അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.